السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن زيد بن ثابت رضي الله عنه قال أن النبي صلى الله عليه وسلم قال صلوا أيها الناس في بيوتكم فإن أفضل الصلاة صلاة المرء في بيته إلا المكتوبة. മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ ചില ആളുകളോടൊക്കെ വിവരങ്ങൾ അന്വേഷിച്ചാൽ ചില ആളുകൾ പറയും ഒരു തൃപ്തിയില്ല, ബർക്കത്തില്ല, റാഹത്തില്ല, എന്തൊക്കെയോ അസ്വസ്ഥത, കുറവ്, പ്രയാസം, ബുദ്ധിമുട്ട്, കടം, ദുരിതം, രോഗം, ടെൻഷൻ, ഇങ്ങനെ തുടങ്ങി നൂറുകൂട്ടം പരാതികൾ പറയുന്ന ആളുകളെ ഒരു ന്യൂനപക്ഷമെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താ കാരണം? വീടില്ലാത്തതാണോ? അല്ല, വീടുണ്ട്. ആ കട്ടില വെക്കുമ്പോൾ അതിന് തറ മാന്തുമ്പോൾ ഒക്കെ വലിയന്മാരെ ഉസ്താക്കന്മാരെ കൊണ്ടുവന്ന് ദുആ നടത്തിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ചുമര് ഏകദേശം കെട്ടിപ്പടുത്ത് തിറയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണാം ഒരു കോട്ടക്കറളി അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ കലം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവാക്കാൻ വെച്ച ഒരു പെണ്ണിൻ്റെ മാക്സി, അതിൽ കുറെ വൈക്കോലൊക്കെ തിരികി കണ്ണും മൂക്കും ഒക്കെ വരച്ച് വെച്ചിട്ട് കരിങ്കണ്ണ നോക്കുന്നൊക്കെ ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പം അത് മാറി. ഇപ്പം അതിന് പകരമൊക്കെ ആയിട്ട് കുറച്ചുകൂടി ദീന് കൂടിയല്ലോ. അപ്പം എന്തായി? മാഷാ അല്ലാ, തബാറക് അല്ലാ. ഓ, ഇനി എന്തെങ്കിലും വേണം ബർക്കത്തിന്? ഒരെണ്ണം വേണ്ട. ശരി, വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. എപ്പോഴാ ഇനി കുറ്റൂശ? വീടിരിക്കൽ ഹൗസ് വാമിങ് വലിയ ആഘോഷമാണ്. അതെപ്പോഴാ? അത് സുബഹിന് മുമ്പ്. തൊട്ടപ്പുറത്ത് ഇടത്ത് പള്ളി, വലത്ത് പള്ളി, നടുവിൽ പള്ളി, അപ്പുറത്ത് പള്ളി, ഇപ്പുറത്ത് പള്ളി. അവിടുത്തെ ഒക്കെപ്പാട് ഉസ്താക്കന്മാരെ വിളിച്ചുകൊണ്ട് പള്ളിയിൽ ജമാഅത്തില്ല. പിന്നെ ജമാഅത്ത് എവിടെയുള്ളത്? വീട്ടിൽ. സുബൈൻ്റെ ജമാഅത്ത് അന്നത്തോടു കൂടി കഴിഞ്ഞു. പിന്നെ അവിടെ നിൽക്കാറുമില്ല, മറ്റൊരു പരിപാടിയില്ല. പിന്നെന്തായി? പിന്നെ അത് വാങ്ങിയത് എങ്ങനെ? വീടുണ്ടാക്കിയത് എങ്ങനെയാ? ലോൺ എടുത്തിട്ട്. പുറത്ത് കിടക്കുന്ന കാറ്, അതിന് ലോണും. ചുമരും തറച്ചു വെച്ചതോ അത് വലിയ 32-42 ഇഞ്ച് വീതിയുള്ള TV. അതായത് അത് ഗിഫ്റ്റ് കിട്ടിയതില്ല ഉസ്താദെ, പൈസ കൊടുത്ത് വാങ്ങിയൊന്നല്ല. ഇത് വീടിൽ ബർക്കത്തില്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അന്വേഷിച്ചാൽ അതിൽ ഒന്നാമതായി കണ്ടെത്തുന്നത് ഹറാം, പലിശ, ഇപ്പറഞ്ഞ പോലെ TV, സിനിമ, മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങൾ. രണ്ടാമത്തെ എന്താ? ഈ കടവും ദുരിതവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം എന്താ? ബർക്കത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പരിഹാരമായി പഠിപ്പിക്കപ്പെടുന്ന 3 ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങൾ നിസ്കരിക്കുവിൻ, ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ വെച്ച്. ഫഇന്ന അഫ്ളലി സ്വലാത്തി സ്വലാത്തുൽ മർഇ, ഒരു മനുഷ്യന്റെ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഫീ ബൈത്തിഹി ഇല്ലൽ മക്തൂബ, നിർബന്ധമായ ഫർളായ നിസ്കാരങ്ങൾ കഴിച്ചുള്ള ബാക്കി എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ പറ്റും. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇജ്അലൂ മിൻ സ്വലാത്തിക്കും ഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലും നമസ്കാരങ്ങളാക്കുക. വലാ തത്തഖിദൂഹാ ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ശ്മശാനങ്ങൾ, ഖബറുകളാക്കാൻ പാടില്ല. ഇപ്പൊ ഖബറിൽ നിസ്കരിക്കാൻ പാടില്ല, വീട്ടിൽ നിസ്കാരം ഒഴിവാക്കാനും പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു ഹദീസിലുള്ള ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖളാ അഹദുക്കും സ്വലാത്തുഹു ഫീ മസ്ജിദിഹി ഫൽയജഅൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, ഒരാൾ പള്ളിയിൽ വെച്ച് ജമാഅത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ വീട്ടിലേക്കുള്ള ഒരു നസീബ്, അതിന് പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് പറയാ, തൗഫീഖ്, നസീബ്, ഹള്ള് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മഹാഭാഗ്യത്തിന് പറയുന്ന ഒരു ഓഹരിയാണ് നസീബായിട്ട് പറയാ. ഫഇന്നല്ലാഹ, തീർച്ചയായും അങ്ങനെ ഒരാൾ ജമാഅത്ത് നിസ്കരിച്ചു, ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി നിർവഹിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ജാഇലു ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറ, അയാളുടെ വീടിൽ വെച്ച് നമസ്കരിച്ചു എന്നുള്ള ആ നിസ്കാരത്തിന് പ്രത്യേകമായ ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം ഫർളല്ലാത്ത എന്തെങ്കിലുമൊക്കെ സുന്നത്തായ നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകൾക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സന്താനങ്ങളും കുടുംബവും ഒക്കെ ബർക്കത്തായ രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. മാനുഷികമായി എന്തെങ്കിലും അപാകതകൾ നമ്മുടെ പക്കൽ വന്നുപോയെങ്കിൽ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയെങ്കിൽ അത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും പുറത്ത് മാപ്പാക്കി തന്ന് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശേഷം അതിന്റെ ജീവിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും പകരമായി നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ മുഴുവൻ വിശ്വാസികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ഈ മജ്ലിസിലും ആശുപത്രികളിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരവരുടെ ജീവിതത്തിൽ ഉള്ള പ്രയാസങ്ങൾ മാറ്റിവെച്ച് രോഗങ്ങൾക്ക് സമ്പൂർണമായ ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.